dears, welcome to Aadish Creations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ airdryclay ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ റൗണ്ട് മോൾഡ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലുള്ള പെൻഡൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇവിടെ ഇപ്പം ഞാൻ പെൻഡൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് എന്താ പറയുക നല്ലതായിട്ടൊന്ന് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മുടെ യൂപ്പിൻ എടുക്കുക. യൂപ്പിൻ ഞാൻ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പെൻഡൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെപ്പോൾ പെൻഡൻറ്റ് ചെയ്താലും ആദ്യം തന്നെ നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു യൂപ്പിൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്കൊരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് സെൻറ്റർ ഭാഗം നോക്കിയതിന് ശേഷം ഒരു നൈഫോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോൾഡ് വെച്ചിട്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതാ സെൻറ്ററിൽ നിന്ന് വര കൊടുത്തിട്ടുണ്ട് തന്നെ. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് വീണ്ടും ഒന്നുകൂടെ വരച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്തത് അങ്ങനെ നമുക്ക് ആ ഒരു ഭാഗം മാത്രം ഒന്ന് വരച്ചു കൊടുക്കാം. ഈ പുറത്തെ ഭാഗം പ്ലെയിനായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ വരച്ചിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയൊരു മോൾഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് റീഫില്ലർ ആയാലും മതി. റിഫില്ലിൻ്റെ ബാക്ക് വശം വെച്ചിട്ടാണെങ്കിലും നമുക്ക് അതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗം ഫുള്ള് നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ? നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? താഴെ നമുക്ക് ഘുങ്ഗ്രൂ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഘുങ്ഗ്രൂ ബീഡ്സിനകത്ത് യൂപ്പിൻ കയറ്റിയതിന് ശേഷം വേണം സെൻട്രലായിട്ട് ആദ്യം ഒരു ഘുങ്ഗ്രൂ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം അപ്പുറം ഇപ്പുറമായിട്ട് വീണ്ടും ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഘുങ്ഗ്രൂ ബീഡ്സൊക്കെ ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി ഒന്ന് കണ്ടു നോക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഘുങ്ഗ്രൂ ബീഡ്സ് ചെയ്തെടുക്കാവുന്ന വീഡിയോസാണിത്. അതുപോലെ സ്റ്റിക്ക് ബീഡും ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇയറിങ് ഒന്ന് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ റൗണ്ടിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനമായാലും മതിയേ. ഇതുപോലെ മോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള എന്ത് കാര്യം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ പെൻഡൻറ്റ് ചെയ്തില്ലേ, പെൻഡൻറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇയറിങ് നമുക്ക് ചെയ്ത് കൊടുക്കാം. സെൻട്രലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പുറം ഇതുപോലെ വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തിട്ട് നമ്മളുടെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ചെറിയ ഇത് എന്താ പറയുക ഈ ഒരു കൊഴൽ പോലെ ഉള്ള സംഭവം വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് യൂപ്പിൻ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ഇയറിങ്ങിനും നമുക്കതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ താഴെയായിട്ട് നമുക്ക് ഘുങ്ഗ്രൂ ബീഡ് അതൊരു ഘുങ്ഗ്രൂ ബീഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഘുങ്ഗ്രൂ ബീഡ് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? നമ്മുടെ ഇയറിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അടുത്തതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പെയിൻ്റൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഗോൾഡൻ കളർ പെയിൻറ്റ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റഡിൽ ചെയ്ത പോലെ ഇയറിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഞാൻ പെൻഡൻറ്റിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇയറിങ് ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ആദ്യം കുറച്ച് റൗണ്ട് ചെയ്ത് കൊടുത്തിരുന്നല്ലേ, അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് റെഡ് കൊടുക്കണം. അങ്ങനെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഗ്രീൻ ഉള്ള ഭാഗത്തെല്ലാം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജ്വല്ലറി സെറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ ഒരു ബീഡിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും.